ഇങ്ങനെ വ്യാജ ID കാർഡൊന്നും അവർ നിർമ്മിക്കാറില്ല, കള്ളവോട്ട് അവർ ചെയ്യാറേ ഇല്ല. മരിച്ചുപോയവരുടെ വരെ വോട്ട് ചെയ്യുന്ന പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മരിച്ചുപോയവർ തിരിച്ചു വരുന്നത് ഈ ഇലക്ഷൻ കാലത്താണ്. കണ്ണൂരിലത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ്റെ പാർട്ടിയിലിപ്പം പഴയ പാർട്ടിയല്ല. ആ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാൻ കൃത്യമായ സംവിധാനമുണ്ട്. എന്താണ് അതിനകത്ത് നടക്കുന്നതെന്ന് അറിയാൻ ഇപ്പം പഴയതുപോലെ കൂട്ടിട്ടിട്ടുള്ള രഹസ്യ അറകളൊന്നും അവിടെ ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ വെറുതെ വ്യാജ ആരോപണമാണ് ഉന്നയിക്കുന്നത് പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. അവിടെ ഒരു കാര്യമുണ്ട്, തെളിവുകൾ പുറപ്പെടുവിക്കുന്നതല്ലല്ലോ പ്രശ്നം. ഞങ്ങൾ ഉന്നയിച്ച കാര്യം അവിടെ പ്രിൻ്റ് ചെയ്യുന്നതായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് CPMൻ്റെ ഓഫീസാണ്. ആ ഓഫീസിലെ 3-ാം നിലയിലാണ് പ്രിൻ്റ് ചെയ്യുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലേ. ഇത്തരം കാര്യത്തിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ വൈകുന്നേരം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് പുത്തരിയൊന്നുമല്ല, പയ്യന്നൂരിൽ തളിപ്പറമ്പിലും പുത്തരിയൊന്നുമല്ല. ഒരുപാട് വ്യാജ ID കാർഡ് ഉണ്ടാക്കാറുണ്ട്, കള്ളവോട്ട് ചെയ്യാറുണ്ട്, ബാങ്കുകൾ പിടിച്ചെടുക്കാറുണ്ട്, സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിട്ടതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശൈലിയെക്കുറിച്ച് അറിയേ ഇല്ല. ഇങ്ങനെ വ്യാജ ID കാർഡൊന്നും അവർ നിർമ്മിക്കാറില്ല, കള്ളവോട്ട് അവർ ചെയ്യാറേ ഇല്ല. മരിച്ചുപോയവരുടെ വരെ വോട്ട് ചെയ്യുന്ന പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മരിച്ചുപോയവർ തിരിച്ചു വരുന്നത് ഈ ഇലക്ഷൻ കാലത്താണ്. കണ്ണൂരിലത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്നതിലും കാര്യമില്ല. അന്വേഷിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, അവർക്ക് ആവശ്യമായ തെളിവുകൾ കിട്ടും. അവരുടെ പ്രചരണ വാഹനത്തിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റാണ് പുറത്തു വന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം ഈ പിഷാരടിയുടെ കാര്യം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു മത്സരമാക്കിയിട്ടാണ് മാറ്റേണ്ടത്. അത് എതിർ കാൻഡിഡേറ്റിനെ വളരെ മോശമായി മ്ലേച്ഛമായി ചിത്രീകരിച്ച്, അതും തീർത്തും വർഗീയമായിട്ട് ചിത്രീകരിച്ചിട്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ ആഗ്രഹമുള്ളത്, തിരഞ്ഞെടുപ്പിൻ്റെ സാമാന്യമായിട്ടുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതിന് വിട്ടു പോയാൽ അതിന് അവർ തന്നെയായിരിക്കും മറുപടി പറയേണ്ടി വരിക.